LDFന്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ആ സ്മൂത്ത് റാഗിങ്ങിന്റെ വക്താവുണ്ടല്ലോ, ആ വ്യക്തി പറഞ്ഞെന്താണെന്നറിയാമോ? ഇവിടെ ഒരു കുഴപ്പം സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമെന്ന്. ഈ പയ്യനെ കൊന്നതിന് ശേഷം അവിടെ നടത്തിയിട്ടുള്ള പോലീസിന്റെ നാടകങ്ങൾ എന്തായിരുന്നുവെന്ന് ഈ കേരളക്കര ചർച്ച ചെയ്തല്ലേ നിരവധി ദിവസങ്ങൾ, ഞങ്ങളടക്കം നിരവധി സമയം ചർച്ച ചെയ്തിട്ടുള്ളതാ. ആ പോലീസിന് നേരെ ഒരു ആക്ഷൻ എടുക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറായോ? അതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ സർക്കാർ തയ്യാറായോ? ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഉള്ള കാര്യങ്ങൾ പോലും കൃത്യമായി എഴുതി വെക്കാൻ സാധിക്കാത്ത പോലീസും ഡിവൈഎസ്പിയും CIയും അതുപോലെ SIയും അതുപോലത്തെ മറ്റു പോലീസുകാർക്കും നേരെ എന്ത് കേസാണ് എടുത്തിട്ടുള്ളത്? എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? അവിടുത്തെ ഡീൻ നടത്തിയിട്ടുള്ള ആ ഇല്ലാത്ത ദിവസം തുറന്നതും പരാതി മേടിച്ച ചരിത്രത്തിലൊക്കെ പോകണോ? അങ്ങനെയാണെങ്കിൽ ഡീനെതിരെ നടപടിയെടുത്തത് എന്താ? വെറുതെ ഈ സസ്പെൻഷനിൽ നിങ്ങൾ ഒതുക്കി നിർത്തുകയാണോ? അവിടെ അധ്യാപകർ ചെയ്ത നടപടി എന്താ? അവിടെ മറ്റു വിദ്യാർത്ഥികളോട് കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിഞ്ഞ് ആ വിദ്യാർത്ഥികൾക്ക് മറ്റു പങ്കുള്ള വ്യക്തികളുടെ പേര് പറഞ്ഞപ്പോൾ അവർക്കെതിരെ നിങ്ങൾ നടപടിയെടുത്തോ? അത് കഴിഞ്ഞു അച്ഛന്റെ വിഷമം, അച്ഛൻ CBI അന്വേഷണത്തിൽ എനിക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുള്ളൂ എന്ന് ആഗ്രഹിച്ചു. ആ അച്ഛൻ നിങ്ങൾ എടുത്തു വന്നു. നിങ്ങൾ അച്ഛനെ മനോഹരമായി ചതിച്ചു, മനോഹരമായി വഞ്ചിച്ചു, മനോഹരമായി പറ്റിച്ചു. ആ അച്ഛന്റെ ആവശ്യം എന്തായിരുന്നു? ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയണം. ആരൊക്കെയാണ് എൻ്റെ മകനെ വേട്ടയാടി കൊന്നതെന്ന് അച്ഛൻ എന്ന രീതിയിൽ എനിക്കറിയണം. ആ വേട്ടയാടി കൊന്നവന് നേരെ ഇവിടുത്തെ നിയമം വാളോങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വന്ന സമയത്ത് ഒരു നരാധമ ഹൃദയമുള്ളത് കൊണ്ടല്ലേ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ആ അച്ഛനെ പറ്റിച്ചത്, അച്ഛനെ ചതിച്ചത്. എന്നിട്ട് ആ 3 ആൾക്ക് നേരെ നിങ്ങൾക്ക് ഒരു കേസ് എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്തിരുന്നോ? ഇതാണ് നിങ്ങളുടെ നടപടി. എന്നിട്ട് ഒരു ഉളുപ്പമില്ലാതെ അതിനെ ന്യായീകരിക്കാൻ വരുന്നു LDFന്റെ പ്രതിനിധി. നിങ്ങളുടെ സ്മൂത്ത് റാഗിംഗ് കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. ഞങ്ങൾ ഇവിടെ ഉള്ളോടത്തോളം കാലം ഇവിടെ മഹാരാജ കോളേജ് അധ്യാപിക സമയക്കുറവുള്ളതുകൊണ്ടാണ് അതും ചർച്ച ചെയ്യാം നമുക്ക്.